ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്? രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇവ ഹരിക്കാനായിട്ട് നന്നായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവർ, ഇത് ഹരിക്കാൻ അറിയാവുന്നവർക്ക് ഈ വീഡിയോ മുന്നോട്ട് കാണണമെന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർ ഇത് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 68,534 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോയി. അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 2 നമ്പർ ഉള്ളത് കൊണ്ട് ഇവിടെയും നമ്മൾ ഈ 2 നമ്പറുകൾ എടുക്കും. അത്രയും ക്ലിയർ ആയല്ലോ. 68-ൽ എത്ര 22 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് ഗുണിച്ച് നോക്കണം. എത്രയാണ്? ഇത് 22-നെ ഒന്ന് 3 കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ. 3 2 6, 3 2 6 അല്ലേ, 66 കിട്ടി. അപ്പോൾ നമുക്ക് 4 കൊണ്ടാണെങ്കിൽ 80-ന് മുകളിലൊക്കെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ 3 മുകളിൽ എഴുതാം. ഓക്കെ ആണല്ലോ. 66 നമുക്ക് താഴെ എഴുതാം. അത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത സ്റ്റെപ്പ്, ഈ 68-ൽ നിന്നും 66 കുറക്കുക. 68-ൽ നിന്ന് 66 കുറച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും. അത്രയും ക്ലിയർ അല്ല. ഇതൊക്കെ ഈ 5 എന്ന് പറയുന്ന നമ്പറിനെ നമുക്കിവിടെ ഇറക്കി എഴുതാം. അപ്പോൾ 25 കിട്ടിയില്ലേ. 25-ൽ എത്ര 22 ഉണ്ട്? ഒരു പ്രാവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 1 എഴുതാം. അത്രയും ഓക്കെ അല്ലേ. 1 എഴുതി. അപ്പോൾ ഇവിടെ 1 × 22 22. അപ്പോൾ നമ്മളിവിടെ 22 എഴുതി കുറക്കുകയാണ്. 25-ൽ നിന്ന് 22 കുറച്ചാൽ നമുക്ക് 3 കിട്ടും. അത്രയും ക്ലിയർ അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിവിടെ 5 ഇറക്കി എഴുതി 3 ആണ്. അപ്പോൾ നമ്മൾ ഈ 5 എടുത്തു, 8 6 ഒക്കെ എടുത്ത് 3 ആണ്. 3 എടുക്കുകയാണ്. അപ്പോൾ 3 ഇറക്കി എഴുതിയാൽ നമുക്കിവിടെ 3 ഇവിടെ എഴുതാം. അപ്പോൾ എത്രയായി? 33 ആയി. 33-ൽ എത്ര 22 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതും ഒരു പ്രാവശ്യമാണ്. 1 പ്രാവശ്യം, അത് ഒരു 22 എഴുതാം. നമുക്ക് മൈനസ് ചെയ്താലോ. 3-ൽ നിന്ന് 2 പോയാൽ 1, 3-ൽ നിന്ന് 2 പോയാൽ 1, 11 എന്ന് കിട്ടി. ഇത് നമുക്കിവിടെ ഇതെല്ലാം പോലെ ഇനി ഒരു 4 കൂടെ ഉണ്ട്. ഈ 4-നെ നമുക്കൊന്ന് ഇറക്കി എഴുതിയാൽ ഇവിടെ 114 മാറി. ഇനി നമുക്ക് നോക്കണം 114-ൽ എത്ര 22 ഉണ്ട് എന്ന് നോക്കണ്ടേ. അത് നമുക്ക് ഗുണിച്ച് തന്നെ നോക്കണം. നമുക്ക് 22-നെ 4 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. 4 2 8, 4 2 8, 88 എന്ന് കിട്ടി. ഓക്കെ, അതിങ്ങനെ നിൽക്കട്ടെ. നമുക്ക് 22-നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ. 22-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 2 10, 0 ശിഷ്ടം 1, 5 2 10, 11, 110. ഇവിടെ 114 വരെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതെടുക്കണ്ട, ഏതെടുക്കാം? 110 5 പ്രാവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ 5 എഴുതാം. അത്രയും ക്ലിയർ അല്ലേ. 110 താഴെ എഴുതാം. കുറക്കാം, കുറച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടും. ഇതുകൊണ്ട് തീരുന്നില്ല, നമ്മുടെ ആൻസർ തീരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഇതെല്ലാം എടുത്തു. നമ്മളിനി ഇത് തുടർന്ന് പോവുകയാണ്. നമ്മളൊരു 0 ഇവിടെ അഡീഷണലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ഡെസിമൽ ഇടണം. ഇത് മറക്കരുത്. കാര്യം ഇവിടെ നമ്പറുകളെല്ലാം തീർന്നില്ല, നമ്മൾ ചെയ്തു. എന്നിട്ട് നമുക്ക് നമുക്ക് റിമൈൻഡർ 4 കിട്ടി. നമുക്ക് 0 കിട്ടിയിരുന്നെങ്കിൽ, ഇവിടെ 0 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് നിർത്താമായിരുന്നു. ഇത് 4 കിട്ടി. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഹരണം തുടരുകയാണ്, ഡിവിഷൻ തുടരുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 0 അഡീഷണലായിട്ട് ചേർത്ത് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മളൊരു ഡെസിമൽ നിർബന്ധമായിട്ട് വിടണം, പോയിൻ്റ് ഇടണം. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം 40-ൽ എത്ര 22 ഉണ്ട്? 40-ൽ നമുക്ക് പറയാം ഒരു പ്രാവശ്യം 22 ഉണ്ട് അല്ലേ. 40-ൽ ഒരു 22 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40-ൽ നിന്ന് 22, 10-ൽ നിന്ന് 2 പോയാൽ 8. ഇവിടെ 4 ഇല്ല, 3 ഉള്ളൂ. 3-ൽ നിന്ന് 2 പോയാൽ 1, 18 എന്ന് കിട്ടി. നമുക്ക് ഇനിയും വേണം തുടരാൻ. നമുക്കൊരു 0 കൂടെ ചേർക്കാം. അപ്പോൾ 180 ആയി. ഈ 180-ൽ എത്ര 22 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എഴുതി നോക്കാം. 22-നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്പർ കൊണ്ട് ഗുണിച്ച് നോക്കാം അല്ലേ. ഒരു 7 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിലോ. 7 2 14 ശിഷ്ടം 1, 7 2 14 1 15, 154 നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൂട്ടാം. അതായത് 27 കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. 22 8 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാലോ. 22 × 8, അപ്പോൾ 8 2 16 അല്ല ശിഷ്ടം 1, 8 2 16 1 17, 176. അപ്പോൾ 8 പ്രാവശ്യമല്ലേ. ഇവിടെ ഉണ്ടല്ലോ 180-ന് അടുത്തൊരു നമ്പർ 176. എത്ര പ്രാവശ്യമാണ്? 8. അപ്പോൾ നമ്മുടെ മുകളിൽ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 1 8 ആയി.
176 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 10ൽ നിന്ന് 6 പോയാൽ 4, വീണ്ടും നമുക്ക് 4 കിട്ടി. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ 40 എന്ന് കിട്ടും. അതായത് ഇവിടെ 40 കിട്ടി അല്ലേ. വീണ്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 40, പിന്നെ 180, 40, 180, ഇതിങ്ങനെ തുടർന്ന് പോരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിവിടെ 3115 3115.18 കിട്ടി. ഇനിയും തുറന്നു പോയാൽ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? 18 18. ഈ രീതിയിലായിരിക്കും നമ്മുടെ ആൻസർ പോവുക. നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ നമുക്കൊന്ന് ഇവിടെ നിർത്താം. എത്ര കിട്ടി? 3115.18 അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പോരെ നമുക്ക്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കണ്ടേ? 0.18 0.18 ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ പോകുന്നതെങ്കിൽ 18 ഇങ്ങനെയാണ് ആൻസർ പോരുന്നതെങ്കിൽ നമുക്കിത് മുഴുവൻ എഴുതുന്നതിന് പകരം എങ്ങനെ എഴുതിയാൽ മതി? ഇത് ഈ 18 എഴുതിയിട്ട് മുകളിലൊരു ബാർ ഇട്ടാൽ മതി. മനസ്സിലായല്ലോ? 18 എഴുതി മുകളിലൊരു ബാർ ഇട്ടാൽ അതിൻ്റെ അർത്ഥം പോയിൻ്റ് കഴിഞ്ഞ് 18 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ 3115.18 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കും. ഏതാണ് ആ ക്വസ്റ്റ്യൻ? 84,027നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 84ൽ എത്ര 31 ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. 31നെ 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. 2 2 3 6 അല്ല 62 കിട്ടി. ഇനി 31നെ 3 കൊണ്ട് ഗുണിച്ചാലോ? 31നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 1 3 3 3 9 93 കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് 84 ഉള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം ഇല്ല. എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ 2 എഴുതാം. 2 31/2 62 അല്ലേ? അപ്പോൾ നമുക്കിവിടെ താഴെ 84ൻ്റെ താഴത്ത് 62 എഴുതാം. എന്ത് ചെയ്യണം? 84ൽ നിന്ന് 62 കുറക്കണം. 4ൽ നിന്ന് 2 കുറച്ചാൽ 2, 8ൽ നിന്ന് 6 കുറച്ചാൽ 2, 22 കിട്ടി. ഇതിപ്പോൾ നമ്മൾ 8 എടുത്തു, 4 എടുത്തു. ഇനി 0 നമുക്കിവിടെ ഇറക്കി എഴുതാം. അപ്പോൾ 0 നമ്മൾ എടുത്തു. അപ്പോൾ അത് 220 മാറില്ലേ? ഇനി 220ൽ എത്ര 31 ഉണ്ട് എന്ന് കാണണ്ടേ? നമുക്ക് ഏതെങ്കിലും നമ്പറോടൊക്കെ ഗുണിച്ചൊക്കെ നോക്കാം. കാരണം 31ൻ്റെ ടേബിൾ നമുക്ക് അറിയത്തില്ലല്ലോ. അറിയാമോ? 31ൻ്റെ ടേബിൾ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല അല്ലേ? അത്രയും ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ല അല്ല. നമ്മൾ 10 വരെയുള്ള ടേബിൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 31ൻ്റെ ടേബിളൊക്കെ പഠിക്കുക പ്രയാസമാണ്. നമുക്ക് ഏകദേശം 31ന് ഒരു നമ്പർ കൊണ്ട് ഗുണിക്കാം. ഞാനത് 5 കൊണ്ടാണ് ഗുണിക്കുന്നത്. 5 1 5 5 3 15 155 കിട്ടി. പക്ഷേ ഇവിടെ 220 കുറച്ചും കൂടെ വലിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്പം കൂടെ വലിയ സംഖ്യ കൊണ്ട് ഗുണിക്കാം. നമുക്ക് 31നെ 7 കൊണ്ട് ഗുണിച്ചാലോ? അപ്പോൾ 7 1 7 7 3 21 അല്ലേ? 217 എന്ന് കിട്ടേണ്ട. 220ൻ്റെ തൊട്ട് താഴെയല്ലേ 217 വരുന്നത്. അപ്പോൾ 7 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ 7 എഴുതി. ഇപ്പോൾ 27 താഴെ നമ്മൾ 217 എന്ന് എഴുതി. അത്രയും ക്ലിയർ അല്ലേ? വീണ്ടും മൈനസ് ചെയ്യണം. 220ൽ നിന്ന് 217 അല്ലേ? 10ൽ നിന്ന് 7 കുറച്ചാൽ 3. ഇപ്പോൾ ഇവിടെ 2 1 ഉള്ളൂ. 1ൽ നിന്ന് കുറച്ചാൽ 0, 2ൽ നിന്ന് 2 കുറച്ചാൽ 0, 3 കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഇറക്കി എഴുതി 0 ഇറക്കി എഴുതിയല്ലോ. ഇനി നമുക്ക് ഈ 2നെ നമുക്ക് ഇറക്കി എഴുതാം. 32. 32ൽ 31 എത്ര പ്രാവശ്യമുണ്ട്? ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമുണ്ട്. അപ്പോൾ 271 നമുക്ക് 31 എഴുതാം. മൈനസ് ചെയ്യാം. 1 കിട്ടും. ഇനി ഇവിടെ ഏത് നമ്പറാണുള്ളത്? 7 അല്ലേ? 7 നമുക്ക് ഇറക്കി എഴുതാം. അപ്പോൾ 17 അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ നമ്പറുകളും നമ്മളെടുത്തു. 7 എടുത്തു. നമുക്ക് 17 കിട്ടി. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഈ 17ൽ 31 ഉണ്ടോ? 17നേക്കാളും വലിയ സംഖ്യയാണ് 31. അപ്പോൾ 17നുള്ളിൽ 31 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു 0 ചേർത്ത് കൊടുക്കും. എപ്പോഴും നമ്മൾ ഈ 0 ചേർക്കൽ പരിപാടിയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ. ഈ നമ്പറുകൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0 വിട്ട് നമ്മൾ 0 വെട്ടിക്കളി എന്നൊക്കെ പറയത്തില്ല. അതേപോലെ 0 വിട്ട് കൊടുക്കണം. അപ്പോൾ 170. അപ്പോൾ 0 വിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഇവിടെ 0 എപ്പോഴൊക്കെ ഇടുന്നോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പോയിൻ്റ് ഇടണം. എപ്പോഴൊക്കെയല്ല, ആദ്യം ഒരു 0 വിടുമ്പോൾ നമ്മൾ പോയിൻ്റ് ഇടണം. അപ്പോൾ 271 പോയിൻ്റ് വരെ നമ്മളെത്തി. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. നമ്മൾ ഈ 7 ഇറക്കി എഴുതി 17 വന്നില്ലേ? ശ്രദ്ധിക്കണേ. 17 വന്നു. പക്ഷേ 17ൽ 31 ഇല്ല. 17ൽ 31 ഇല്ലെങ്കിൽ
ഇവിടെ നമ്മൾ 0 ഇടണം, മറന്നു പോകല്ലേ, ഞാനും മറന്നുപോയി. ഇവിടെ ഒരു 17 വന്ന് 17ൽ 31 ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു 0 ഇടണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അടുത്തത് ഒരു 0 ഇട്ട് വീണ്ടും നമ്മൾ ഡിവിഷൻ തുടരുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡെസിമൽ ഇടും. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ 0 ഇട്ടതിന് ശേഷമാണ് ഡെസിമൽ ഇടുക, അത് മറന്നു പോകരുത്. ഇനി 170ൽ എത്ര 31 ഉണ്ട് എന്ന് നോക്കണ്ടേ, നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 31നെ നമുക്കൊരു 5 കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ, അല്ലേ? 5 1 5 3 15 കണ്ട 155. അപ്പോൾ ഏകദേശം നമുക്ക് 5 പ്രാവശ്യം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ 5 നമ്മൾ മുകളിൽ എഴുതി, ഈ 155 നമ്മളിവിടെ താഴെ എഴുതി. കുറച്ച് കഴിഞ്ഞാൽ 10ൽ നിന്ന് 5 പോയാൽ 5. ഇപ്പോൾ ഇവിടെ 7 ഇല്ല, 1 നമ്മൾ അങ്ങോട്ട് കൊടുത്തു, 6 ഉള്ളൂ. 6ൽ നിന്ന് 5 പോയാൽ 1, 1ൽ നിന്ന് 1 പോയാൽ 0, നമുക്ക് 15 കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി നമ്മളിവിടെ പോയിൻ്റൊന്നും ഇവിടെ ഒരു പോയിൻ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിൻ്റൊന്നും വേണ്ട, 150 ആയി. ഇനി 150ൽ എത്ര 31 ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ, 5 പ്രാവശ്യം വേണമെങ്കിൽ 155 വേണം. അപ്പോൾ 5 ഇല്ല, അപ്പോൾ 31 4 പ്രാവശ്യം ഉണ്ടാകും. 4 4 3 12, 124 അല്ലേ, 4 പ്രാവശ്യമല്ലേ. അപ്പോൾ നമ്മളിവിടെ 4 എഴുതി, എന്നിട്ട് 124 ഇവിടെ എഴുതി. ഇനി കുറക്കണം, 10 ഉണ്ട്, ഇവിടെ നിന്ന് എടുത്ത് 10 ആയി. 10ൽ നിന്ന് 4 പോകുമ്പോൾ 6 ആയി. 5 1 ഇങ്ങോട്ട് കൊടുത്തായിരുന്നു, 4 ഉള്ളു. 4ൽ നിന്ന് 2 പോയാൽ 2 ആണ്. 1ൽ നിന്ന് 1 പോയാൽ 0, 26 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 0 ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കുറേ ഡെസിമൽ വെച്ച് കുറേ നമ്പർ നമുക്കിങ്ങനെ കിട്ടും. തൽക്കാലം ഈ 2 നമ്പർ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എത്രയാണ്, 2710.54. പിന്നെ ഇങ്ങോട്ട് ഡെസിമൽ നമ്പർ എഴുതി പോയി കഴിഞ്ഞാൽ അവയുടെ വാല്യൂ വളരെ വളരെ ചെറുതായിരിക്കും അല്ലേ. 100ൻ്റെയും 1000ൻ്റെയും അല്ല, തീരെ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ 2710.54. അപ്പോൾ ഡിവൈഡ് ചെയ്താനായിട്ട് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതേപോലെ വലിയ വലിയ നമ്പറുകളൊക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ വലിയ വലിയ നമ്പറുകളൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. കാരണം വലിയ വലിയ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഇതേപോലെ 60 കൊണ്ടും 70 കൊണ്ടും ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഡിവൈഡ് ചെയ്യാനായിട്ട് പഠിക്കണം. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിർത്തുകയാണ്. ഓക്കെ.